ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒടിച്ചുകുത്തി നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ്. ഇതിൻ്റെ കൊമ്പ് ഒടിച്ചു കുത്തിയിട്ടാണ് നാരകം നടുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഒടിച്ചുകുത്തി നാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇത് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു 15 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലൊന്ന് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അത് സ്റ്റവിലേക്ക് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് കടുകും ഉലുവയൊന്ന് വറുത്തെടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ബ്രൗൺ നിറമായി കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പൊടിച്ചെടുക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുക. അതിൽ കൂടുതൽ തിളപ്പിക്കണ്ട. നാരങ്ങയൊക്കെ പൊട്ടിപ്പോയാൽ അത് കഷ്ണങ്ങളാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 5 മിനിറ്റ് നേരം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കോരിയെടുക്കാം. എല്ലാം കോരിയെടുത്തതിന് ശേഷം ഒരു തുണി കൊണ്ട് അതൊന്ന് നന്നായിട്ട് ആ വെള്ളമൊക്കെ തുടച്ച് കളയണം. ഇനി ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് കാണിച്ചു തരാം. ഇതാ ഞാൻ എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 6 കഷ്ണങ്ങളാക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ പൊടിച്ച ഉലുവയും കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. എത്ര സമയം മാറ്റി വെച്ചാലും നല്ലതാണ്. അതിലേക്ക് ആ എരിവും ഉപ്പൊക്കെ നന്നായി പിടിച്ച് കിട്ടും. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. അത് ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വാടി വരുന്നത് വരെ എണ്ണയിലിട്ട് വഴറ്റാം. ഒരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതും ഒന്ന് അതിലിട്ട് വഴറ്റുക. ഇപ്പോൾ എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം ഈ മുളകിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 15 ഈന്തപ്പഴം കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഉപ്പും മധുരവും ചെറുതായിട്ടുള്ളൊരു കയ്പ്പ് അധികം ഉണ്ടാകില്ല. നമ്മൾ തിളപ്പിച്ചത് കൊണ്ട് എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഈന്തപ്പഴം ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം.
ഇത് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് സിമ്മിൽ തീ വെച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് നേരം കൂടെ ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒടിച്ചുകുത്തി നാരങ്ങയും കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു കയ്പുണ്ട്, എന്നാലും അത് കുറച്ച് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ എല്ലാം നല്ല ബാലൻസ് ആകും. മധുരവും ഉപ്പും ഒക്കെ നല്ല ബാലൻസായി നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതുപോലെ ഒടിച്ചുകുത്തി നാരങ്ങ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടയിൽ നിന്ന് കിട്ടുകയൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.